നമസ്കാരം. ഞാൻ വീണ്ടും ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പടത്തിൻ്റെ പേര് പറയുന്നതിന് മുമ്പേ അതിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ഇടയ്ക്കെല്ലാം ടി വി വെച്ച് നോക്കുമ്പോൾ കാണുന്ന ചില സീനുകൾ. ഫസ്റ്റത്തെ wherever you go I will be there. I mean ജാം യെസ്, ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ്. അതുപോലെ തന്നെ എല്ലാ മലയാളികളുടെ ഉള്ളിൽ സ്ഥിരം വരുന്ന ഡയലോഗ്, എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. അതാണ് ഞാനിന്ന് പറയാൻ പോകുന്ന പടം വന്ദനം. 1989 പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന അതിമനോഹരമായ ചിത്രം. അന്ന് ആ ചിത്രം വിജയമല്ല പറയാം, ഒരു സമാന്തരത്തിലാണ് പോയത്. നല്ലൊരു പടം, നല്ലൊരു രീതിയിൽ പോയി, കുറേയധികം ചിരിപ്പിച്ച് അവസാനം നമ്മുടെ മനസ്സിനെല്ലാം ഒരു ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് കഴിയുന്ന ഒരു പടം. അതാണ് വന്ദനം. മോഹൻലാൽ ഗിരിജ ഷെട്ടർ, ആ പേര് മറന്നു, സോറി. മോഹൻലാൽ, ഗിരിജ ഷെട്ടർ, നെടുമുടി വേണു, മുകേഷ്, കബീർ പൊന്നമ്മ, സുകുമാരി, പപ്പു, ഗണേഷ് കുമാർ, സോമൻ, ജനാർദ്ദൻ, അങ്ങനെ നമ്മൾ മുന്നേ പറയുന്ന പോലെ ഒരു പട്ടയ്ക്ക് മലയാളത്തിലെ സ്ഥാനങ്ങളും ഇതുണ്ട്. കഥ ഇത്രയാണ്. ഒരു കുറ്റവാളി ജയിൽ ചാടുന്നു, അയാളുടെ കൂടെ മറ്റൊരു കുറ്റവാളി. അവരുടെ പേര് ഫെർണാണ്ടസ് രഘു എന്നിവരാണ്. ഫെർണാണ്ടസിന് ബാംഗ്ലൂരിൽ ഒരു മകളുണ്ട്. സോ ഇയാളെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പോലീസുകാരെല്ലാം പ്ലാൻ ചെയ്യുന്നു ഇയാൾ ബാംഗ്ലൂരിൽ എന്തായാലും തൻ്റെ മകളെ കാണാൻ പറ്റുമെന്ന്. അതുകൊണ്ട് അവരെ പിടിക്കുവാനായി 2 പോലീസ് ഉദ്യോഗസ്ഥർ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. അവിടെ എത്തി അതിലൊരു ആൾ ഈ പെൺകുട്ടിയുമായി പരിചയപ്പെടുന്നു. പക്ഷേ ആ പരിചയം അവസാനം അത് പ്രണയത്തിലെത്തുന്നു. പിന്നീട് എന്താണ് ഉണ്ടാകുന്നതാണ് ഇപ്പോഴത്തെ കഥയുടെ സാരാംശം. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കഥ, പ്രണയം, അതിമനോഹര കോമഡി, നർമ്മ നിമിഷങ്ങൾ എല്ലാം ഉണ്ട്, അടിപൊളി. പക്ഷേ അവസാനം എല്ലാവരുടെയും മനസ്സിലെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടൊരു സാഡ് ക്ലൈമാക്സ്. അപ്പോൾ കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. വളരെ നല്ല നല്ല രസകരമായ നിമിഷങ്ങൾ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെ വക. ലാലേട്ടൻ പിന്നെ ഒരു പടത്തിലാണെങ്കിൽ അത് അറഞ്ചും പുറഞ്ചും മലയാളത്തിലാണല്ലോ. അപ്പോൾ കണ്ടു നോക്കുക വന്ദനം.